ഫ്രണ്ട്സ്, വെൽക്കം ടു യവൺ ഇൻറ്റീരിയർ. ഇന്ന് നമ്മൾ പല്ലാവരം പൊലിശല്ലൂരിൽ ഗിരിസാറിൻ്റെയും മഞ്ജു മാഡത്തിൻ്റെയും വീട്ടിലാണ് നമ്മൾ എന്നുള്ളത്. ഇതിൽ ബാക്ക്ഗ്രൗണ്ട് പാനലിംഗ് കൊടുത്തിട്ടുള്ളത് HPL ഷീറ്റ്സിലും PVC പാനലിംഗ് കൊടുത്തിട്ട് ഫ്ലൂട്ടർ പാനൽ വർക്കും ആൻഡ് ബ്ലാക്ക് കളർ ഫ്രെയിംസ്, നമ്മൾ ഉള്ളിലുള്ള തിങ്സ് ആൻഡ് ഗ്യാസിൻ്റെ പ്രൊവിഷനാണ്. ചാമ്പ്യൻ സ്റ്റീലിൽ ബീച്ച് കളറിൽ പുറത്ത് വെന്റിലേഷൻ കൊടുത്ത് യൂണിറ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതേ ഷീറ്റ്സ് തന്നെയാണ് നമ്മൾ ബെഡ്റൂമിന് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഫ്രെയിം മാത്രം ചാമ്പ്യൻ സ്റ്റീലിൽ വരുന്നുണ്ട്. ഇതിൽ ഫ്രെയിം വൈറ്റ് കളറിലാണ് വരുന്നത്. 2 ഡ്രോ സെക്ഷൻ വരുന്നുണ്ട്. ഈ സൈഡിലും ആൻഡ് ഇതേപോലെ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട്, ആ നമ്പറിലേക്ക് കോൾ ചെയ്യൂ. ഫ്രണ്ട്സ്, വെൽക്കം ടു യവൺ ഇൻറ്റീരിയർ. ഇന്ന് നമ്മൾ പല്ലാവരം പൊലിശല്ലൂരിൽ ഗിരിസാറിൻ്റെയും മഞ്ജു മാഡത്തിൻ്റെയും വീട്ടിലാണ് നമ്മൾ എന്നുള്ളത്. ഇവിടെ നമ്മൾ യൂണിറ്റ് കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്തിട്ടുള്ളത് അലുമിനിയം മാത്രമാണ് യൂണിറ്റ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. വിത്ത് HPL ഷീറ്റ്സ്, ACP ഷീറ്റ്സ്, ബ്ലാക്ക് കളർ ഫ്രെയിം, വൈറ്റ് കളർ ഫ്രെയിം, ചാമ്പ്യൻ സ്റ്റീലിൻ്റെ ഫ്രെയിം, ഇത്രയും മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ വീട് നീറ്റായിട്ട് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻട്രൻസിൽ തന്നെ ഒരു EB ബോർഡ് ഉണ്ട്. EB ബോർഡിൽ ACPയിൽ ബ്ലാക്ക് കളർ ഫ്രെയിമിൽ വിത്ത് ഓട്ടോക്ലോസ് ഇഞ്ചസിൽ നമ്മൾ യൂണിറ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അങ്ങനെ വീട്ടിനുള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഉള്ളിൽ TV യൂണിറ്റ് ഉണ്ട്, അതേപോലെ തന്നെ പൂജ യൂണിറ്റ് ഉണ്ട്, ഹാൻഡ് വാഷ് യൂണിറ്റ്, വാർഡ്രോബും ഉണ്ട്, കിച്ചൺ മെയിൻ ആയിട്ടുണ്ട്. നമുക്ക് എല്ലാ യൂണിറ്റും കാണാം. വരും വീട്ടിൽ പോകാം. ആൻഡ് ഫ്രണ്ട്സ്, നമ്മൾ വീട്ടിനുള്ളിൽ ഫസ്റ്റ് എൻ്റർ ആകുമ്പോൾ തന്നെ സൂപ്പറായിട്ടുള്ളൊരു TV യൂണിറ്റാണ് നിങ്ങൾക്ക് കാണുന്നത്. ഇതിൽ ബാക്ക്ഗ്രൗണ്ട് പാനലിംഗ് കൊടുത്തിട്ടുള്ളത് HPL ഷീറ്റ്സിലും PVC പാനലിംഗ് കൊടുത്തിട്ട് ഫ്ലൂട്ടർ പാനൽ വർക്കും ആൻഡ് ബ്ലാക്ക് കളർ ഫ്രെയിംസ്, നമ്മൾ ഉള്ളിലുള്ള തിങ്സ് കൊടുക്കുന്നതിന് ബ്ലാക്ക് കളർ ഫ്രെയിംസും ആൻഡ് താഴെയുള്ള യൂണിറ്റിന് വൈറ്റ് കളർ ഫ്രെയിംസും വൈറ്റ് കളർ ഷീറ്റ്സും ഇതിൽ ഗ്ലാസും ടോപ്പ് ടു ബോട്ടം വരെ ഫുൾ ഹാൻഡിൽ സെക്ഷനും കൊടുത്തിട്ട് നമ്മൾ ഈ യൂണിറ്റ് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വിത്ത് ഗോൾഡൻ സ്ട്രിപ്പോട് കൂടി നമ്മൾ ഈ യൂണിറ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് താഴെ നിങ്ങൾക്ക് കാണാം കംപ്ലീറ്റ് ഫ്രെയിമും വൈറ്റ് കളറിലാണ്, ഡോറും വൈറ്റ് കളറിലാണ്. ആൻഡ് അതേപോലെ തന്നെ ഇവിടെയുള്ള യൂണിറ്റ് വിത്ത് ഗ്ലാസ്സിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇവിടെയും അതേപോലെ വൈറ്റ് കളറിലാണ് നമ്മൾ യൂണിറ്റ് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ടോയറാക്സിൽ ഉള്ളിൽ കംപ്ലീറ്റ് നമ്മൾ ബ്ലാക്ക് കളർ ഫ്രെയിമും അതേപോലെ ഔട്ടറിൽ ഗ്ലാസസും വിത്ത് ഓട്ടോക്ലോസ് ഇഞ്ചസിൽ യൂണിറ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ആൻഡ് ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത് ഒരു കിച്ചണാണ്. നമ്മളിവിടെ HPL ഷീറ്റ്സ് ആണെങ്കിൽ അപ്പുറത്ത് നമ്മൾ ACP ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. കിച്ചണിൽ നമ്മൾ ACP കാണുമ്പോൾ ഫസ്റ്റ് മെറ്റീരിയൽ തന്നെ നമ്മൾ ചാമ്പ്യൻ സ്റ്റീലിൻ്റെ മെറ്റീരിയലാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ചാമ്പ്യൻ സ്റ്റീലിൻ്റെ മെറ്റീരിയൽ ഉള്ളിൽ ഷെൽഫ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളതിന് ഡോറ് നീറ്റായിട്ട് ACPയുടെ ബീച്ച് കളർ ഷീറ്റ്സിൽ നമ്മൾ യൂണിറ്റ് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് ഒരു പ്ലെയിൻ ബാസ്ക്കറ്റും ഒരു കട്ട്ലറി യൂണിറ്റും ഒന്ന് വരുന്നുണ്ട്. ആൻഡ് ഒരു പ്ലേറ്റ് വയ്ക്കുന്നത് ഒരു പ്ലെയിൻ ബാസ്ക്കറ്റും ആൻഡ് ഒരു പ്ലെയിൻ ബാസ്ക്കറ്റും വരുന്നുണ്ട്. ആൻഡ് ഗ്യാസിൻ്റെ പ്രൊവിഷനാണ്. ചാമ്പ്യൻ സ്റ്റീലിൽ ബീച്ച് കളറിൽ പുറത്ത് വെന്റിലേഷൻ കൊടുത്ത് യൂണിറ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സിങ്ക് പ്രൊവിഷനും നമ്മൾ 2 വെന്റിലേഷൻ കൊടുത്ത് യൂണിറ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓപ്പോസിറ്റിൽ നമുക്ക് കാണാം സെയിം ചാമ്പ്യൻ സ്റ്റീലിൽ ബീച്ച് കളർ ഷീറ്റ്സിൽ ട്യൂബ് ഹാൻഡിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ G പ്രൊഫൈൽ ഹാൻഡിലും ഇവിടെ ട്യൂബ് ഹാൻഡിലുമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ് ഉള്ളിൽ ഷെൽഫ് ഇട്ടിട്ടുണ്ട്. നമ്മൾ യൂണിറ്റ് മാത്രമേ ക്ലോസ് ചെയ്യുന്നുള്ളൂ. ഇത് കംപ്ലീറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ACPയുടെ ഷീറ്റ്സാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ACPയുടെ ഷീറ്റ്സാണ് വരുന്നത്. മേലെ നിങ്ങൾക്ക് കാണാം, മേലെ സെയിം ബീച്ച് കളറിൽ തന്നെ യൂണിറ്റ് ചാമ്പ്യൻ സ്റ്റീലിൻ്റെ മെറ്റീരിയൽ നമ്മൾ യൂണിറ്റ് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അങ്ങനെ അതിൻ്റെ ഓപ്പോസിറ്റിൽ ഒരു വാൾ ബോക്സ് വിത്ത് ഗ്ലാസ്സിൽ ചാമ്പ്യൻ സ്റ്റീലിൽ മെറ്റീരിയൽ യൂണിറ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇതിനുള്ളിൽ ഷെൽഫില്ല, ഒരു ബോക്സാണ്. താഴെ ഓപ്പൺ ഷെൽഫും ഉണ്ട്. അതിന് നേരെ നമുക്ക് ഒരു ഹാൻഡ് വാഷ് യൂണിറ്റ് ഉണ്ട്, ഒരു പൂജ യൂണിറ്റും വരുന്നുണ്ട്. രണ്ടും കാണാം. അപ്പോൾ ഒന്ന് വഴിക്കാൻ ഒരു ഹാൻഡ് വാഷ് യൂണിറ്റ് വരുന്നുണ്ട്. ഹാൻഡ് വാഷ് യൂണിറ്റിന് ഫ്ലോട്ടിംഗ് ഹാൻഡ് വാഷ് യൂണിറ്റാണ്. നമ്മളിതിൽ മിഡിൽ ഷെൽഫ് വേണമെങ്കിൽ ഷെൽഫ് കൊടുക്കാം, അത് ഫിക്സഡ് ആയിട്ടും കൊടുക്കാം, റിമൂവബിൾ ആയിട്ടും യൂണിറ്റ് കൊടുക്കാൻ പറ്റും. വിത്ത് ഓട്ടോക്ലോസ് ഇഞ്ചസിൽ യൂണിറ്റ് വന്നിട്ടുണ്ട്. ഇതിന് മുകളിൽ നമ്മൾ യൂണിറ്റ് ഗ്രാനൈറ്റ് വെച്ച് നമ്മൾ ഹാൻഡ് വാഷ് യൂണിറ്റ് അതിന് മുകളിൽ വെക്കാൻ പറ്റും. നേരെ അടുത്തത് റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പൂജ യൂണിറ്റ് ഒന്ന് വരുന്നുണ്ട്. പൂജ യൂണിറ്റിന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് മെറാക്കിയുടെ ഷീറ്റ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മെറാക്കിയിൽ വൈറ്റ് കളർ ഫ്രെയിമാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതേ ഷീറ്റ്സ് തന്നെയാണ് നമ്മൾ ബെഡ്റൂമിന് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഫ്രെയിം മാത്രം ചാമ്പ്യൻ സ്റ്റീലിൽ വരുന്നുണ്ട്. ഇതിൽ ഫ്രെയിം വൈറ്റ് കളറിലാണ് വരുന്നത്. ആൻഡ് ഈ യൂണിറ്റിന് ഡോർ മാത്രമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ആൻഡ് നമുക്ക് ബെഡ്റൂമിൽ പോകാം. ബെഡ്റൂമിൽ നമ്മൾ ബെഡ്റൂമിൽ പൂജ യൂണിറ്റിന് കണ്ട സെയിം കളർ ഷീറ്റ്സ് ആണ് നമ്മൾ ബെഡ്റൂമിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്.
ആൻഡ് സെയിം ഷീറ്റ്സും വിത്ത് ചാമ്പ്യൻ സ്റ്റീലിൻ്റെ മെറ്റീരിയലാണ്, നമ്മളിതിൽ അലുമിനിയം മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിനുള്ളിൽ നിങ്ങൾക്ക് കാണാം 2 ഡ്രോ സെക്ഷൻ വരുന്നുണ്ട്. ആൻഡ് ഈ സൈഡിലും 2 യൂണിറ്റ് നമുക്ക് ഇവിടെയും കാണാം. ഈ വീട്ടിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് വന്നിട്ട് HPL ഷീറ്റ്സും ACPയും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചാമ്പ്യൻ സ്റ്റീൽ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ വൈറ്റ് കളർ ഫ്രെയിം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക് കളർ ഫ്രെയിം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹാൻഡ് വാഷ് യൂണിറ്റ്, TV യൂണിറ്റ്, അങ്ങനെ നിറയെ യൂണിറ്റുകൾ നമ്മൾ ഈ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതേപോലെ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട്, ആ നമ്പറിലേക്ക് കോൾ ചെയ്യൂ. ഞങ്ങളുടെ മാനേജർ സൗത്ത് ഇന്ത്യ കംപ്ലീറ്റ് കവർ ചെയ്യുന്നുണ്ട്. വുഡ്, അലുമിനിയം, UPVC എന്നുള്ള മെറ്റീരിയലിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്ത് തരുന്നതാണ്.